ഞാൻ ഈ ഇൻട്രോ ഒക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ലെന്നേ. ഞാൻ ഈ വലിയ വലിയ വ്ളോഗേഴ്സൊക്കെ വീഡിയോ ഇടുന്ന കാണുമ്പം സ്ക്രിപ്റ്റൊക്കെ എഴുതി ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷെ ഞാനെന്തോ കാണാപ്പാഠം പറയുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് അതങ്ങ് വിട്ടു. പിന്നെ ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം. കോളേജിൽ പോവാണ്. ഇന്ന് ബസ്സിലല്ല, അച്ഛൻ്റെ വണ്ടിയിലാട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്താണ് നെയ്യാർ. അവിടുത്തെ 4 ഷട്ടർ ഓപ്പൺ ചെയ്തു. ഇവിടെ നല്ല മഴയാണ്. പിന്നെ നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ ഞാൻ കൊച്ചിലെ തൊട്ട് ഇത് ഇങ്ങനെ കാണുന്നതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ അവിടെ അല്ലെങ്കിൽ ഡാമൊക്കെ ഉണ്ട്, ഇതുപോലെ കാണാൻ പറ്റും. ഇവിടെ ഏകദേശം എപ്പോഴും മഴയൊക്കെ ആയിട്ട് എപ്പോഴും തുറന്നും അടച്ചുമൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഇന്ന് പിതാശ്രീ ആട്ടോ എന്നെ കോളേജിൽ വിട്ടത്. അല്ലെങ്കിൽ എനിക്കൊരു 1.5-2 മണിക്കൂറോളം ബസ് യാത്ര ചെയ്യണം എൻ്റെ കോളേജിൽ എത്തണമെങ്കിൽ. എനിക്ക് എന്നൊക്കെ ആകുമ്പം ഭയങ്കര ഇതാട്ടോ. പിന്നെ എനിക്ക് കൺസെഷൻ ഉണ്ട്, എനിക്ക് കൺസെഷനും കിട്ടി. പിന്നെ ഈ ഒരു ലിഫ്റ്റ് ഭയങ്കര ഒരു ഇതാട്ടോ. കാരണം അത്രയും വലിയ തേരയൊക്കെ കയറി പിന്നെ ഈ 2 നിലയൊന്നും കയറാനുള്ള ഇത് കാണത്തില്ല. പിന്നെ ഞാൻ രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് അറ്റൻഡൻസാണ് കേട്ടോ ക്ലാസ്സിൽ കയറി. അപ്പം ഇത്രയും പേരാ വന്നിട്ടുള്ളൂ. എല്ലാവർക്കും അത് ശരി. ഞാനല്ലെങ്കിൽ ഇത്തിരി ലേറ്റായിട്ടെന്ന് വെച്ചാൽ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടൊക്കെ എത്തുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എത്തി. പിന്നെ ഇന്ന് ഫുഡ് ചീരയല്ല കേട്ടോ, മുരിങ്ങയില തോരനും നാരങ്ങ അച്ചാറും പൊരിച്ച മീനൊക്കെ വെച്ചിട്ടാണ്. പിന്നെ അതിന് ശേഷം കുറച്ച് പുറത്തെ കാഴ്ചകൾ കാണാൻ പോയപ്പോൾ 2 ട്വിന്നിങ് ആയിട്ടുള്ള അമ്മയും മോനും ആണെന്തോ ആണെന്ന് തോന്നുന്നു. രണ്ടുപേരും പിണക്കമാണെന്ന് തോന്നുന്നു. രണ്ട് പേരായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞും വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ആട്ടോ IT കോളേജ്. ഇതാണ്ടേ നിങ്ങൾ കാണിച്ചു തരാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ്. ഇത് ഞങ്ങൾ ലിഫ്റ്റിൽ ലൈറ്റ് ഇടാതെ ഇരിക്കുകയാണ്. ലൈറ്റ് ഇടാൻ മടിച്ചിട്ടൊന്നുമല്ല, പെട്ടെന്ന് നമ്മളിങ്ങ് പോകുന്നില്ല. കാരണം ഒറ്റ ഫ്ലോറല്ലേന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്ലാഷ് ഓണാക്കി എല്ലാവരെയും കാണിച്ചു തന്നതാണ്. പിന്നെ ഇതെൻ്റെ ഹെൽമെറ്റ് വെച്ച് കാരണം ഇത് എളുപ്പമാണ് ഗൈസ് ഹെൽമെറ്റ് ഇടാൻ. കാരണം മറ്റ് ഹെൽമെറ്റിനെ പോലെ വെയിറ്റ് ഒന്നുമില്ല. എനിക്ക് പിന്നെ ബാഗിലായാലും കൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാം, ബസ് കയറിയാലും പോവാമല്ലോ. പിന്നെ ഡാഡി തന്നെ തിരിച്ച് പോകാനും വിളിക്കാൻ വന്നു. അച്ഛനപ്പോഴത്തേക്ക് അതോ കോള് വന്നു. അപ്പം ഞാൻ സൈഡിൽ നിന്ന് പൂവും കായും മരമൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. എന്നിട്ടും അച്ഛൻ വരാത്തപ്പോൾ പിന്നെ എന്നെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും അച്ഛനെ കാണിച്ചു തരാൻ നോക്കുന്നു. അത്രയൊക്കെ തന്നെ ഗൈസ്, എന്തൊക്കെ പറയുന്നു എന്തോ. പിന്നെ ഞാൻ നേരെ ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറി കേട്ടോ. ഒരുപാട് പലഹാരം ഉണ്ടായിരുന്നു. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞാനൊരു ഉള്ളിവട വാങ്ങിച്ചു. അച്ഛനെന്തോ മുളക് ബജ്ജിയോ അങ്ങനെ എന്തോ സംഭവവും പിന്നെ വേറെ എന്തോ സാധനം വാങ്ങിച്ചു. എനിക്ക് ഇത് തന്നെ കഴിച്ചിട്ട് തീരുന്നില്ലായിരുന്നു. അച്ഛൻ നല്ല ക്ഷീണിച്ചിരിക്കുക കേട്ടോ. ജോലിക്കൊക്കെ പോയിട്ട് വന്നല്ലേ. അപ്പം അച്ഛൻ ഫുഡൊന്നും കഴിച്ചില്ല. പിന്നെ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. അച്ഛനൊരു ചായയും കുടിച്ചു. ഇനി ഞങ്ങൾ നേരെ ഒരിടത്ത് പോവുക. അതൊക്കെ പറയാം കേട്ടോ. പിന്നെ അച്ഛൻ്റെ ഇതാണ്ടേ മുളക് ബജിയുടെ മുളകിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ, വലുതാട്ടോ. പിന്നെ ഞങ്ങളൊരു ലൈറ്റ് ചായയൊക്കെ കുടിച്ച് അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ ഒരു മുട്ട ബജിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ടല്ല, ഞങ്ങൾ അച്ചാമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അച്ചാമ്മയുടെ വീട്ടിലാണ്. അപ്പോഴത്തേക്കും ഞാൻ നേരെ അച്ചാമ്മയുടെ വെള്ളരി, നമ്മുടെ സലാഡ് വെള്ളരിക്ക് അച്ചാമ്മ നട്ട് വളർത്തുന്നുണ്ട് കേട്ടോ. ഇതാട്ടോ എൻ്റെ അച്ചാമ്മ സലാഡ് വെള്ളരിക്ക പറിച്ചു തരാൻ വേണ്ടി അകത്ത് കയറിയാൽ ഞങ്ങളോട് കയറി പറിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ഇത്രയും നമുക്ക് സൂക്ഷിച്ചൊക്കെ കയറി പോകാനൊന്നും പറ്റില്ല. അച്ചാമ്മയാകുമ്പോൾ അത് കറക്റ്റ് സൂക്ഷിച്ചും ഒക്കെ വരും. ഞങ്ങളൊക്കെ കയറിയ ഒറ്റ കാലുവെപ്പിലെല്ലാം നമ്മളെ പുറത്തായിരിക്കും. അതുകൊണ്ട് അച്ചാമ്മയെ കൊണ്ട് തന്നെ സാധനമല്ലല്ലോ വെള്ളരിക്ക പറിപ്പിച്ചു. ഇതൊക്കെ എങ്ങനെയാണെന്തോ അച്ചാമ്മയ്ക്കേ പറ്റത്തുള്ളൂ കേട്ടോ, ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല. അവിടെ എന്തൊക്കെയോ വെള്ളരിക്കയും തക്കാളിക്കയും ഒക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അതിലൊക്കെ ചവിട്ടിയാൽ പിന്നെ തീർന്ന്. എന്താണ്ടേ കണ്ടോ, ഇതൊക്കെ കേടല്ല എന്തോ പെട്ടെന്ന് പറിച്ച് കേട്ടോ. പിഞ്ചാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് വീട്ടിൽ പോവുകയാണ്. ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഗുണ്ടുവിൻ്റെ ക്യൂട്ട്നെസ് കണ്ട് ഞാനൊന്ന് കതക് തുറന്നതാണ് ഗൈസ്. പിന്നെ നടന്നത് ചരിത്രം. ദാണ്ടെ അവ ഓടി, എനിക്ക് പണിയും കിട്ടി. പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി ഞാൻ അവനെ പിടിച്ചു. പിന്നെ വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ദാണ്ടെ അച്ഛൻ എടുത്തുകൊണ്ട് വരുവാണ്. ആളെ പോയാൽ പിന്നെ പിടികിട്ടാൻ ഇത്തിരി പാടാണ്. പക്ഷെ എന്തോ എങ്ങനെയൊക്കെ കിട്ടി ഗൈസ് അവനെ. അതിൻ്റെ ഒരു ട്രോഫി ആയിട്ട് എൻ്റെ കൈ നോക്കിയേ, ദാണ്ടെ മുറിഞ്ഞു, നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ അനിയത്തി വീട്ടിൽ വന്നു. കുഞ്ഞു വന്നാൽ പിന്നെ കുറേ നേരം കുഞ്ഞുവിൻ്റെ കൂടെയുള്ള ക്യൂട്ട്നെസ് വാരിയിടലാണ് അവളുടെ ജോലി. അവളെ ബേക്ക് നടന്നങ്ങ് കൂടാണ്ട, നമ്മളെ ഒന്നും പിന്നെ വേണ്ട കുഞ്ഞു വന്നാൽ. പിന്നെ ഞാൻ
ഇവക്ക് ഇന്ന് PTA മീറ്റിംഗ് ഉണ്ടായിരുന്നേ. PTA മീറ്റിംഗ് പോയിട്ടാണ് ഞാനും വന്നത്. പിന്നെ ഇവൻ്റെ ഫുഡിൻ്റെ കാര്യം ഒന്നും പറയണ്ട കേട്ടോ. ഫുഡ് പിന്നെ ഇവൻ എത്ര നേരം നമുക്ക് കഴിക്കാതെ നമ്മളെ മുഖത്ത് നോക്കി കിടക്കുമെന്ന് ഇവൻ കിടന്നങ്ങ് ഉറങ്ങും കേട്ടോ. ആദ്യം സംഭവിക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ 2 സൈഡും അങ്ങ് ഉണങ്ങിപ്പോകും ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ. അതുകൊണ്ടും പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റൂല. ഇവന് ഒരു നേരമൊക്കെ പോട്ടെന്ന് വെക്കാം. ഞാൻ അങ്ങനെ പരീക്ഷിച്ചതായിരുന്നേ. ഇവൻ ഇന്നലെ ഫുഡ് ഉച്ചയ്ക്ക് ഞാൻ ഒരു ഉച്ചയല്ല, ഏകദേശം 3 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇവനെ ഉന്തിത്തള്ളി ഫുഡ് കൊടുക്കണം. കാരണം ഇവൻ കഴിക്കാൻ വരണില്ല. കുറേ നേരം ഞാൻ വിചാരിച്ചു അവന് വിശന്ന് വരട്ടെ എന്ന് കരുതി. അവസാനം ഇവൻ വരത്തില്ല. ഇവ ഒരേ സമയം കിടപ്പും ഉറക്കവും ഇതൊക്കെ തന്നെ. ആകെ ഉണരണത് നമ്മളെ പിള്ളേർ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും വരുമ്പോഴാണ് ചാടി എണീറ്റ് അവരോട് കുറച്ച് നേരം കളിയും ബഹളവും ഒക്കെ കാണിക്കണത്. അത് കഴിഞ്ഞാൽ പിന്നെ നീണ്ടു നിവർന്നുള്ള ഉറക്കമാണ് അവന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, നിങ്ങളെത്ര പറഞ്ഞാലും ഞാൻ കേൾക്കൂലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നേരമൊക്കെ പരീക്ഷിക്കും ഫുഡ് കഴിക്കാൻ വേണമെങ്കിൽ കഴിക്കട്ടെന്നൊക്കെ. പക്ഷേ ഇതാ കണ്ട വാതിലിങ്ങനെ ഇരിക്കണം തുറന്നു വിടാൻ വേണ്ടി. ഞാൻ തുറന്നു വിടാമെന്നുള്ള ഇതിലാണ് പിന്നെ ഫുഡ് കൊടുക്കണം. ഇതാ ഒരു കടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. നിവർത്തിയില്ല. ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ വെച്ചിട്ട് പോയ ചോറ് അവൻ കഴിച്ചിട്ടില്ലായിരുന്നു. PTA മീറ്റിങ്ങിനും പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ ചോറ് അതുപോലെ ഇരിക്കണം. പിന്നെ എങ്ങനെ എനിക്ക് സഹിക്കും. പിന്നെ ആ ചോറ് വിരവി പറക്കി അവന് ഞാൻ ഒരു വടിയും കയ്യിലെടുത്ത് വെച്ച് കഴിച്ചോണെന്ന് പറഞ്ഞതാ. വരെ തുറന്ന് തരണില്ല. രണ്ടാൾ പിടിച്ചാണ് അവന് വായിൽ തുറന്ന് വാരി വെച്ച് കൊടുത്തത്. തിന്നിടാന്നതാ തുപ്പിയിട്ട് വന്നു. അത്ര കഷ്ടപ്പാടാണ് കേട്ടോ, അത്ര കഷ്ടപ്പാട്. അപ്പം ഇവൻ കഴിക്കാതിരുന്ന ഇവൻ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. പിന്നെ എനിക്കും അത് സഹിക്കാൻ പറ്റൂലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവനെന്നുള്ളതല്ല, ഞങ്ങളിവിടെ ആദ്യം ഞാൻ പൂച്ചയായാലും പൂച്ച ഇത് തന്നെ നമ്മളിവിടെ പാച്ചുവും ഇതുപോലെ തന്നെ 1-2 ദിവസം തിന്നാതെ കറങ്ങി നടന്നു കളയും. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവരൊന്നും പുറത്ത് കഴിക്കൂലല്ല പോയി. അതുകൊണ്ട് അന്നും ഇതുപോലെ പാച്ചു എവിടെന്നെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ ചവിട്ടി പിടിച്ച് എന്ന് വെച്ചാൽ കാലിൻ്റെ സൈഡിൽ പിടിച്ച് പൂച്ചയൊക്കെ പെട്ടെന്ന് നമ്മളെ വാന്തി ചാടി കൊണ്ട് പോകില്ലേ. അങ്ങനെ ഇവന് 3-4 ദിവസം ഭയങ്കര ചേഞ്ചായിരുന്നു. അവൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം ചേഞ്ചായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഉറക്കവും ഇല്ല, വിളിയും ബഹളവും. ഇവിടെ ഇത് തന്നെ തോട്ടത്തൊക്കെ ഇവൻ്റെ വിളി കണ്ട് പുറത്തിരി വള്ളിയൊക്കെ നീട്ടി വിട്ടിട്ട് എൻ്റെ അടുത്ത് നിൽക്കാനല്ല താല്പര്യം. അവനങ്ങ് അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനെന്നുള്ള പോലെ അങ്ങ് റോഡിലോട്ട് ഓടയാണ്. റോഡിലോട്ട് ഓടിപ്പോവാൻ നോക്കൽ. അപ്പം പിന്നെ തോട്ടത്തും പോകാൻ പറ്റില്ല. ഞാൻ പിന്നെ ബാത്റൂമിൽ മാത്രം കൊണ്ടുപോയി പുറത്ത് വിട്ട് അതുപോലെ അകത്ത് കയറ്റുമായിരുന്നു കേട്ടോ. ഇവിടെ കിടന്ന് ഒരേ ബഹളമായിരുന്നു. ഗേറ്റിൽ ചെന്ന് ഇടിയും ബഹളവും. ഇന്ന് 2-3 ദിവസം. ഇന്നാണ് അവ ഇത്തിരി ഉറങ്ങിയത് സുഖമായിട്ട് കിടന്ന്. പിന്നെ ഇന്നലത്തെ കാര്യമാണ് ഇത്. ഇന്നലത്തെ ഇതാണ്. ഇന്ന് എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. വൈകുന്നേരം വരെയുള്ള ഇതാണ്. അപ്പം ഞാൻ രാവിലെ അധികം നമ്മൾ കറികളൊന്നും ഇല്ലായിരുന്നു. രാവിലത്തേക്ക് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ഒരു കീര. അതും ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അത്ര കൊള്ളത്തില്ല. അതുകൊണ്ട് പിള്ളേർക്ക് അതൊന്നും രാവിലത്തെ കറിയൊന്നും വേണ്ടമ്മ, എന്തെങ്കിലും ചൂടോടെ ഉണ്ടാക്കി തരാൻ പറഞ്ഞ് അങ്ങനെ ഒരു തട്ടിക്കൂട്ടൽ നെയ്ച്ചോറാണ്. പിന്നെ വേറെ ഇറച്ചിയൊന്നുമില്ല. മുട്ട വാങ്ങി മുട്ടക്കറിയൊക്കെ വാങ്ങിച്ചു. ഇവിടെ എന്തൊക്കെ വിളമ്പിയാലും അവനൊന്നും അറിയണ്ട. മുട്ട വേണമെന്ന് ചോദിച്ചാലും അവന് വേണ്ട. പിന്നെ ചോറ് വേണമെന്ന് ചോദിച്ചാലും അവർ വേണ്ട. ഞാൻ അവന് വേണ്ടി മാത്രമാണ് നൈറ്റ് ഒരു 2-3 മീനെടുത്ത് ഉപ്പൊക്കെ ഇട്ട്, ഉപ്പില്ല മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് അവന് കൊടുത്തത്. അവന് ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ഞാൻ വൈകുന്നേരമാണ് നിർബന്ധിച്ച് കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ഈ മുട്ട കൊടുക്കാത്തതെന്ന് വെച്ചാൽ അവനിനി വയറ്റിന് സുഖമില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് പിന്നെ മുട്ട കൊടുത്തില്ല. മീൻ എന്നാലും ഞാൻ 2 മീനെടുത്ത് അവന് വേണ്ടി പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് അതുപോലെ ചോറുമായിട്ട് രാത്രി വെച്ച് കൊടുത്ത് നോക്കി. പക്ഷേ വേണമെങ്കിൽ കഴിക്കട്ടെ, നിർബന്ധിച്ചൊന്നുമില്ല. അവിടെ വെച്ചിട്ടൊന്ന് ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അതുപോലെ ഇരിപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ കുറേ നേരം അവൻ അവിടെ കിടത്താതെ പിള്ളേർ അവനെ എടുത്ത് താലോലിക്കലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പിള്ളേർക്കും അച്ഛനും ഒക്കെ സ്നേഹം കൂടുമ്പോൾ പിന്നെ ഇത് തന്നെ അവൻ്റെ പരിപാടി. അവനങ്ങനെ അടങ്ങി ഒതുങ്ങിയൊന്നും ഇരിക്കില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമെങ്കിൽ ചാടിപ്പോവും. അത് അച്ഛൻ്റെ അടുത്തായാലും ശരി പിള്ളേരുടെ അടുത്തായാലും ശരി. കുറച്ച് നേരം ഇങ്ങനെ തോളിലിരിക്കും, അപ്പം ഇറങ്ങി ചാടും. എവളൊക്കെ വിടുവോ? എവർക്കൊക്കെ പിന്നെ ഇങ്ങനെ അങ്ങ് സ്നേഹം മൂത്തു പോയാൽ പിന്നെ ഇവരെ ഒരു പീഡനമാണെന്ന് വിടൂല, പോകാൻ സമ്മതിക്കൂല. ഇരിയടാ എന്ന് പറഞ്ഞ് നിർബന്ധം. ഞാൻ ഇങ്ങനെ പറയടി മതിയടി വിടുകയെന്ന്. ഇത് ഇപ്പം കുഞ്ഞു ഇങ്ങനെ അധികം ഓവറായിട്ട് സ്നേഹമൊക്കെ തന്നെ, പക്ഷെ ഇതുപോലെ പിടിച്ചു വെച്ച് സ്നേഹിക്കൂല കേട്ടോ. അവന്
പണ്ടൊക്കെ ആയിരുന്നു ഇളയവളായിരുന്നു ടോർച്ചർ എൻ്റെ ഇങ്ങനെ തൂക്കിയെടുത്ത് തോളിൽ, അന്ന് കുഞ്ഞല്ലേ അവ ഇരുന്ന് കൊടുക്കും. ഇപ്പം പക്ഷെ കുഞ്ഞുവിനെ അവനെ അങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലേ അവൻ കാണിക്കണ ഇവിടുത്തെ കുരുത്തക്കേടൊന്നും പറയാൻ പറ്റൂല. ഇന്ന് 3-4 ദിവസം അവൻ ഞങ്ങളെ ടോർച്ചറായിരുന്നു. ഉറങ്ങിയില്ല, ഒരേ ബാക്കേ നടന്ന് ബഹളവും കൊരയിലും ഒക്കെ. കാരണം ഞാനിന്ന് രണ്ടാഴ്ചക്കകത്ത് വരും, 10 ദിവസത്തോളം ആയി അവനെ അധികം പുറത്തൊന്നും കൊണ്ടുപോകാതെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൂട്ടപ്പ് പോയപ്പോൾ ഒരു ഡോഗ് എന്നെ കടിക്കാൻ വന്ന് കുറച്ച് നേരം എന്നെ വെയിറ്റ് ചെയ്ത്. ഇപ്പം എൻ്റെ വണ്ടി കണ്ടാൽ ആ ഡോഗ് ഓടി വരും, എൻ്റെ ബാക്കിൽ നിന്ന് കുറേ ദൂരം ഓടി വരും കേട്ടോ. അത് കൂട്ടപ്പൂല് നമ്മൾ ഒരു തെരുവട്ടിയാണ്, പക്ഷെ ഇപ്പം കൂട്ടപ്പൂല കണ്ണിലുണ്ണിയാണ്. അവർ ആദ്യം അതൊരു മെലിഞ്ഞ ഡോഗായിരുന്നു, ഇപ്പം നല്ല കൊഴുത്ത് നല്ല വണ്ണമൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു കേട്ടോ. ഇപ്പം എല്ലാവരും അതിന് ദിവാരൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഫുഡ് കൊടുക്കും, രാവിലെ ഇങ്ങനെ ഓടാനൊക്കെ പോണവരെ കൂടെ ഇവ ഓടുമെന്ന് ഭയങ്കര എല്ലാവർക്കും അവന് ഭയങ്കര കാര്യം കേട്ടോ. അപ്പോൾ ആ കൂട്ടപ്പ് ജംഗ്ഷനിലുള്ള എല്ലാവരും അവന് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കും. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ കൂട്ടപ്പ് പോയി കടയിലൊരാവശ്യത്തിന് പോയപ്പം ഇവൻ എൻ്റെ വണ്ടി വന്ന് മണപ്പിക്കാൻ തുടങ്ങി. നമ്മളെ ഗുണ്ടൂരിൻ്റെയൊക്കെ മണം കാണുമായിരിക്കും. എന്നിട്ട് എന്നെ അങ്ങോട്ട് ചെറയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ആ കടയിൽ കയറിയിരുന്നു. എന്നിട്ട് ഞാൻ കല്ലെടുത്ത് എറിയില്ല കേട്ടോ, കാരണം എനിക്കറിയാം നമ്മളിപ്പോൾ ഡോഗിനെ വളർത്തണമെന്നുകൊണ്ട് അറിയാം കല്ലെടുത്തെറിഞ്ഞ് ഓട്ടിച്ച് അവർ നമ്മളെ മറക്കൂല. കാരണം ആമി അങ്ങനെയാണ്, ഒരാളെ കല്ലെറിയുകയോ ആമി എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവളെ എത്ര വർഷം കഴിഞ്ഞാലും അവരെ കാണുമ്പം കുരയ്ക്കുകയും കടിക്കുക ഓട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആയിരിക്കുമല്ലോ മറ്റു ഡോഗുകളും. അതുകൊണ്ട് എനിക്ക് നാളെ അതിലെ വണ്ടി കൊണ്ട് പോകാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഡോഗ് സ്നേഹം കൊണ്ടാണോ കടിക്കാനാണോ വരണേന്ന് അറിഞ്ഞാൽ ആ കടയ്ക്കകത്തിരുന്നിട്ട് ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒന്ന് ഓട്ടിക്കുമെന്ന്. അപ്പം അടുത്തുള്ള ഒരു ചേട്ടൻ വന്നിട്ട് ബിസ്ക്കറ്റ്, അവരൊക്കെ പറഞ്ഞ ഇത് ഞങ്ങളെ ഡോഗാണ്, അവിടെ തെരുവിലുള്ള, ഞാൻ പിടിച്ചോളാം, നീ പിടിക്കാന്നല്ല, ഞാൻ നിൽക്കാൻ, നീ പോന്നു. ഞാൻ വണ്ടിയിൽ വരുമ്പോൾ ഈ ഡോഗ് ഇങ്ങനെ വീണ്ടും വരും അത് ചെറിഞ്ഞുകൊണ്ട്. പിന്നെ ആ ചേട്ടനാണെങ്കിൽ പോയി ഒരു ബിസ്ക്കറ്റ് വാങ്ങി അങ്ങോട്ട് മാറ്റി നിർത്തി ബിസ്ക്കറ്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എടുത്തുകൊണ്ട് പോയത് വണ്ടി. ഒരു കവർ ബിസ്ക്കറ്റ് വാങ്ങിച്ച് കൊടുക്കണുണ്ട്. പക്ഷേ എൻ്റെ ഫോണുണ്ടായിരുന്നു, ഞാൻ തീർച്ചയായിട്ടും വീഡിയോ. പക്ഷേ എന്നിട്ട് ഇപ്പം 1-2 പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് ആ ഡോഗ് ഉള്ളത് കൊണ്ട് നീ ഇനി നമ്മളെ ഡോഗിനെ പുറത്തോട്ടൊന്നും താഴോട്ടൊന്നും കൊണ്ടുവരരുത്, അത് ഇനി ആയാലും കടിക്കുക. അന്ന് ഇപ്പം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്, പക്ഷേ ഇനിയും പറയാൻ പറ്റില്ല, ഓടിക്കൊണ്ടിരിക്കുന്ന. അന്ന് പിന്നെ വണ്ടി നിർത്തി എൻ്റെ കുഞ്ഞുവിനെ സ്കൂളിൽ വിടാൻ നിർത്തിയ സമയം കൊണ്ടാണ് അവ ഓടി വന്നത്. സ്റ്റാൻഡ് ഇടാൻ പറ്റിയില്ല, വണ്ടി വളയ്ക്കാൻ നേരത്തായിരുന്നു ഈ ഡോഗ് അറ്റാക്ക് പെട്ടെന്ന് വന്ന് കുരച്ചുകൊണ്ട് നിന്ന്. അപ്പോൾ ഗുണ്ടും ചാടിക്കൊണ്ടിരിക്കുന്നു, സ്റ്റാൻഡ് വിട്ടില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലായിപ്പോയി. ഇനി ആയാലും നമ്മൾ ജംഗ്ഷനിലൊക്കെ പോയി ഇപ്പോഴേ അവൻ എന്നെ നോട്ടപ്പുള്ളിയാക്കിയിട്ടുണ്ട് ഈ ദിവാകരൻ എന്ന് പറഞ്ഞ ആൾ. ദിവാകരൻ എന്ന് പറഞ്ഞാൽ ആ ഡോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിന് പേരൊക്കെ ഇട്ട്, ഇനി ഞാൻ കാണുകയാണെങ്കിൽ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് അടുത്ത് കിട്ടിത്തരാം കേട്ടോ. പാവം, കണ്ടാൽ പാവമൊക്കെയാണ്, എല്ലാവരെയും സ്നേഹമാണ്. പക്ഷേ എന്നെ മാത്രം അവന് കണ്ടുകൂടാ. കാരണം ഞാൻ ഗുണ്ടൂനെയും കൊണ്ടല്ലേ ഒരു ദിവസം നമ്മളെ മുഖാമുഖം അവൻ കടിക്കാനൊക്കെ വന്ന. അതിന് ശേഷം അവൻ എൻ്റെ കൂടി എന്തോ ഒരു ദേഷ്യം. എന്നെ ഇന്നലെ കുറേ നേരം ഇന്നലെ ഒരു 10 മിനിറ്റോളം ഞാൻ കടയിൽ നിൽക്കേണ്ടി വന്നു. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവരും ഞങ്ങളുടെ കുണ്ടുവിൻ്റെ വീഡിയോ കണ്ടിട്ടാണോ ഇനി ഇതേപോലെ സ്ട്രേ ഡോഗ്സിന് ഫുഡൊക്കെ കൊടുക്കണേന്ന് അറിയുമ്പോഴേ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എന്നും കമൻ്റ് ഇടുന്ന ബിന്ദു ആൻറ്റി, പിന്നെ ബിന്ദു അഗസ്ത്യൻ, ബിന്ദു സുരേഷ്, ഭാമ ശിവദാസ്, ഇവരെയൊക്കെ ഞാൻ വിചാരിക്കും നിങ്ങളുടെ കമൻ്റൊന്നും ഞാൻ കാണില്ലാന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഗീത ആൻറ്റി ആയാലും ഗീത ശ്രീകുമാർ എന്ന് പറഞ്ഞ ആൻറ്റി ആയാലും ഒരുപാട് കമൻ്റ് ഇടും കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ കണ്ടുവരുന്ന ഒരാളാണ് സജി ചെറിയാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ശ്രീദേവി ശശീന്ദ്രൻ, നമ്മുടെ ദിൽഷ, കൃഷ്ണേന്ദു ആൻറ്റി, പിന്നെ ഋഷു എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, പിന്നെ നമ്മുടെ ഷീജ ശിവൻ, പിന്നെ ഒരു ജയ എന്ന് പറയുന്ന ആൻറ്റി ഞാൻ എന്നും കമൻറ്റ് നോക്കുമ്പം കാണാറുണ്ട്. പിന്നെ നമ്മളെ നിർമ്മല ആൻറ്റി സുഖാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ. പിന്നെ ആഷിക്ക്, ഷപ്ന, സുധീഷ് നാരായണൻ, സരിത ആൻറ്റിയുടെയൊക്കെ മെസ്സേജ് ഞാൻ ഒരുപാട് കാണാറുണ്ട് കേട്ടോ. എല്ലാത്തിനും റിപ്ലൈ തരണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ ആൻറ്റി, എനിക്കിപ്പോൾ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ
എനിക്ക് അതിനുള്ള ഒരു സമയം കിട്ടുന്നില്ല. എന്തായാലും ഞാൻ ഈ ശനി ഞായറൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കുള്ള റിപ്ലൈ ഒക്കെ തരാം കേട്ടോ. നിങ്ങളുടെ ഒരു ചെറിയ ഷോർട്ട് ആയാലും വീഡിയോ ആയാലും ഞങ്ങൾ ഫസ്റ്റ് ഇവരുടെയൊക്കെ കമന്റ് ആട്ടോ നോക്കുന്നത്. അയ്യോ ബിന്ദു ആൻറ്റി ഇട്ടില്ല, ബിന്ദു സുരേഷ് ആൻറ്റി ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോരോ പേരും ഞങ്ങൾക്ക് ഇപ്പൊ കാണാൻ പാടാണ് കേട്ടോ. നിർമ്മല ആൻറ്റി, ഗീത ആൻറ്റി, അയ്യോ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ജയ അവരൊക്കെ എന്നും ഇടുന്നതാ. ശ്രീദേവി, അയ്യോ എനിക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങളുടെ പേര് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എല്ലാവരുടെ കമന്റ് ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് ഫസ്റ്റ് ഞാൻ നോക്കുന്നത്. ലൈക്കിനേക്കാളും ഞാൻ കൂടുതൽ നിങ്ങളെ കമൻറ്റ് ഉണ്ടോ എന്നാണ് ഞാൻ നോക്കാറുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.